ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് എന്താണെന്നുള്ളത് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. ഇത് നമുക്ക് ടേസ്ലർ തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് കേട്ടോ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കിത് പൊട്ടിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയതുപോലെ തന്നെ എനിക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പൊട്ടിച്ച് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് ഇതിൽ എന്താന്നുള്ളത് പൊട്ടിച്ച് നോക്കാം അല്ലേ. അപ്പൊ ഇതേ നല്ല പാക്കേജിങ് ഒക്കെയാണ് കേട്ടോ അവരുടെ. ഓക്കെ, അപ്പൊ നമുക്കിത് പൊട്ടിച്ച് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ഓക്കെ, ഇതേ ഉള്ളൂ കേട്ടോ. എന്താണെന്നുള്ളത് നോക്കാം. ഹായ്, നല്ല രസം കേട്ടോ. ഇതിങ്ങനെ പൊട്ടിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഓക്കെ, വാ, മൊത്തം ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, യെസ്, ലിപ്സ്റ്റിക് ആണ് കേട്ടോ. മൊത്തം ലിപ്സ്റ്റിക് ആണ്. എല്ലാം എനിക്ക് ലിപ്സ്റ്റിക് ആണ് കിട്ടിയിട്ടുള്ളത്. 4 ലിപ്സ്റ്റിക് ആണ്. DLC 004 ആണ് ഷെയ്ഡ് വന്നിട്ട്. പിന്നെ DLC 009 ആണ് ഇത് വന്നിട്ട്. പിന്നെ ഉള്ള ഷെയ്ഡ് DLC 027 ആണ്. പിന്നെ DLC 030 ആണ്. ഓക്കെ, ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ ഈ ഒരു 30 ഷെയ്ഡ്. ഓക്കെ, അപ്പൊ 4 ലിപ്സ്റ്റിക് ആണ് എനിക്ക് അവർ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോന്നും എങ്ങനെയാണ് ഷെയ്ഡ് എന്നുള്ളതൊന്നും നമുക്ക് കാണാം. ഫസ്റ്റ് ഞാനിത് ഇട്ട് കാണിക്കാൻ പോണ ഷെയ്ഡ് DLC 004 ആണ് കേട്ടോ. ഓക്കെ, ഇതിന് മുകളിൽ ഷെയ്ഡിന്റെ നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ചുണ്ടിൽ ഇട്ട് വെക്കുന്ന ലിപ്സ്റ്റിക്ക് മാറ്റിയതിന് ശേഷം ഇതിട്ട് കാണിക്കാം. ഓക്കെ, നമ്മൾ ഇത് ഇടുന്നതിന് മുമ്പായിട്ട് നല്ലോണം ഒന്ന് ഉള്ളിലൊന്ന് അങ്ങനെ കുലുക്കി കൊടുക്കണം കേട്ടോ, എന്നിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു മിഠായിയുടെ ഒക്കെ സ്മെല്ലാട്ടോ. ഓക്കെ, ഇത് മിഠായിയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മിഠായിയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. ഓക്കെ, അപ്പം ഞാനിത് ഫസ്റ്റ് നമ്മുടെ DLC 004 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ ഇടുന്നത്. ഡേസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കുകളൊക്കെ തന്നെ അൾട്രാ ലോങ് സ്റ്റേ ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ ട്രാൻസ്ഫർ ആണ്, സ്മഡ്ജ് പ്രൂഫ് ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ലിപ്സ്റ്റിക്ക് നമ്മുടെ ലിപ്സ് നല്ല ഹൈഡ്രേറ്റ് ആൻഡ് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ഷെയ്ഡിന്റെ പേര് ബർഗണ്ടി എന്നാണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടമായി ഈ ഒരു ഷെയ്ഡ്, നല്ലൊരു ഷെയ്ഡാണ്. ഇതൊരു ന്യൂഡ് പിങ്ക് ഷെയ്ഡായിട്ട് വരും കേട്ടോ. എല്ലാ സ്കിൻ ടോണും ചേരുന്ന ഒരു ഷെയ്ഡാട്ടോ ഇത്. മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് മാത്രമല്ല, എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ ചേരുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇടുമ്പം ലിപ് ലൈൻ ഒക്കെ ചെയ്ത് ലിപ് ബാം ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാനായിട്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരുവാണ് ഏതാ ഷെയ്ഡ് എന്നുള്ളത്. ഓക്കെ, നല്ലൊരു ഷെയ്ഡ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇട്ട് കഴിഞ്ഞൊരു 2-3 സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ലിപ്പായിട്ട് അങ്ങ് റെഡി ആവത്തുള്ളൂ. ലിപ്സ്റ്റിക് നമ്മൾ ഇട്ട പാട് ഇങ്ങനെ ആക്കുമ്പോൾ, അതായത് നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലിപ്സ്റ്റിക് വരും. പക്ഷേ ഇതൊരു ഇട്ട് കഴിഞ്ഞ് 2-3 സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം ലിപ്പുമായിട്ട് അങ്ങ് സെറ്റ് ആവും. ഓക്കെ, അത്യാവശ്യം ലോങ് ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് തന്നെയാണ് കേട്ടോ ഇത്. ഓക്കെ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസ് ആണ്. പിന്നെ ചിലർക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ ലിപ്പ് ഡാർക്ക് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ലിപ് ബാം യൂസ് ചെയ്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ലിപ് കെയർ നന്നായിട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊന്ന് നോക്കാം ഇതിങ്ങനെ ലിപ്പിൽ നിന്ന് ഇങ്ങനെ വരുമോ എന്നുള്ളത് കേട്ടോ. കണ്ടില്ലേ? ഓക്കെ, നല്ല ലോങ് ലാസ്റ്റിക് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത്. ഓക്കെ, ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത ഇട്ട് നോക്കാം. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് DLC 027 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെയൊക്കെ പേര് ഞാനിവിടെ സൈഡിൽ കൊടുക്കാവേ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കാം ഇനി നമുക്ക്.
ഏത് ലിപ്സ്റ്റിക് ആണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ഇടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ലിപ്പിലിടാനായിട്ട്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പേര് വന്നിട്ട് DLC027 ബ്ലാക്ക് ഹണി എന്നാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡിൻ്റെ കളർ വന്നിട്ട് ഭയങ്കര ലൈറ്റും അല്ല എന്നാൽ ഭയങ്കര ഡാർക്കും അല്ലാത്തൊരു കളറാണ് കേട്ടോ. ഒരു ഡാർക്ക് റോസ് കളറായിട്ട് വരും. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ആപ്ലിക്കേറ്ററാണ്. ഓക്കെ, പിന്നെ ഈ ലിപ്സ്റ്റിക്കുകളൊക്കെ തന്നെ എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളതും ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ചേരുന്ന ലിപ്സ്റ്റിക് ഏതാണെന്നും ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ, ഇത് നല്ല ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ട് ഷെയ്ഡും. ആദ്യത്തെ ഷെയ്ഡും ഇഷ്ടപ്പെട്ടു, ഈ ഒരു ഷെയ്ഡും ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടാൽ കുറച്ച് ഡാർക്കാണെന്ന് തോന്നുമെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ വലിയ ഡാർക്കൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ന്യൂഡും അല്ല എന്നാൽ ഭയങ്കര ഡാർക്കും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇത്. ഓക്കെ, ആദ്യം ഞാൻ ഇട്ട് നോക്കിയ ഷെയ്ഡിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം അല്ലേ. ഈ ഒരു ഷെയ്ഡിന്റെ പേര് വന്നിട്ട് DLC009 മെസ്സി മെർലോട്ട് എന്നാണ്. ഡാർക്ക് ആണെന്ന് തോന്നുമെങ്കിലും ഭയങ്കര ഡാർക്കൊന്നും അല്ല, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് ആയിരുന്നു കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ്. ഈ രണ്ട് ഷെയ്ഡ്, അതായത് അതിനുശേഷം ഞാൻ എടുത്ത ആ ഒരു ലിപ്സ്റ്റിക്കും ഈ ഒരു ലിപ്സ്റ്റിക്കും, അതായത് ഇതിന് മുന്നേ കാണിച്ച ആ ലിപ്സ്റ്റിക്കും ഇതും ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ലൈറ്റും അല്ല എന്നാൽ ഭയങ്കര ഡാർക്കും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ഷെയ്ഡ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഷെയ്ഡാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുമുണ്ട്. ഇനി വന്നിട്ട് ലാസ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. DLC013 ആണ് ഷെയ്ഡിൻ്റെ പേര്. ഓക്കെ, ഈ ഒരു ഷെയ്ഡ് ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് റിവ്യൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അങ്ങനെ 4 ലിപ്സ്റ്റിക്കാണ് നമുക്ക് ഡേസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഡേസ്ലർ ലിപ്സ്റ്റിക്കുകളെല്ലാം തന്നെ അത്യാവശ്യം ലോങ് ലാസ്റ്റിക് ആണ്. ഒരു 16 hours ഒക്കെ നിൽക്കും. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ലിപ്സ്റ്റിക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ ലിപ്പ് നന്നായിട്ട് ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ലിപ്പ് നന്നായിട്ട് കെയർ ചെയ്തിട്ട് കിടക്കുക. ഓക്കെ, ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലിപ്പ് നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് നമ്മുടെ ലിപ്പ് നല്ലപോലെ തന്നെ ഇരിക്കും. ലിപ്പ് നന്നായിട്ട് ഡാർക്കാവൊന്നുമില്ല. ഓക്കെ, ലിപ്പ് കെയർ ചെയ്യണമെന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ എൻ്റെ വിഷ് ലിങ്കിലും കൊടുത്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.